നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. വീണ്ടും ആള് ചോദിച്ചു തുടങ്ങി, എന്താണ് ലൂസ് ടോക്ക് വീണ്ടും ഇത്രയും മുടങ്ങിയത്, ഇടയ്ക്കില്ലായിരുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ട ലൂസ് ടോക്ക് പ്രേക്ഷകരോട് മാപ്പ് പറയാനേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച യാത്രകളുടെ ഒരു പെരുന്നാളായിരുന്നു 23-ാം തീയതി ഈ ക്രിസ്മസ് ആവശ്യത്തിന്. അതിന് മുമ്പ് എനിക്ക് പൂനെ പോകണമായിരുന്നു. പൂനെയിലായിരുന്നല്ലോ അവിടെ പ്രോഗ്രാം. അവിടെ വലിയൊരു പ്രോഗ്രാമിന് പോയതാണ്. അവിടെ ഒരു സ്കൂളിൻ്റെ ചേട്ടൻ നടത്തുന്ന ഒരു സ്കൂളിൻ്റെ 25-ാം വാർഷികം, വലിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തു. അവിടെ ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ ഈ കാൻഡിൽ ലൈറ്റ് ഡേ ഉണ്ടായിരുന്നു. എന്താണ് ഇവർ ബിരുദം നേടി പുറത്തേക്ക് വരുന്നത്? അല്ലല്ല, നേഴ്സിംഗ് പഠിക്കാൻ ചേരുന്ന കുട്ടികൾ അവർ ഈ ആശുപത്രി ഡ്യൂട്ടി ആരംഭിക്കുന്ന ഒരു സംഭവം. അത് ഈ അത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ ബർത്ത്ഡേയിലോ മറ്റുമാണ് തോന്നുന്നു. അപ്പോൾ ഇത് കിട്ടിയാൽ മാത്രമേ കുട്ടികൾക്ക് ഈ തിയറി ക്ലാസ്സിനപ്പുറത്തേക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഗസ്റ്റ് പറഞ്ഞിരുന്ന ആൾ വന്നില്ല. അപ്പോൾ എന്നോട് അതിൻ്റെ ഗസ്റ്റാകാൻ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നത് ഞാൻ. അപ്പോൾ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം എൻ്റെ ഇംഗ്ലീഷ് അത്ര മെച്ചമല്ല. ഇംഗ്ലീഷ് പ്രസംഗം വിവാദമാകുന്നത് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളതൊരു കുഴപ്പമല്ല. ഒരിക്കലും അല്ല. നമ്മുടെ മഹാന്മാരെ എത്ര നേതാക്കന്മാർ ഇംഗ്ലീഷ്. പക്ഷേ ഒരു മനുഷ്യൻ ഞാൻ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദമുണ്ട്, PhD ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. അല്ലാതെ അത് മാത്രം എൻ്റെ ഇംഗ്ലീഷ് അത്ര മെച്ചപ്പെട്ടതല്ല. കാര്യം ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിനോടൊരു കോൺഫിഡൻസ് എനിക്കില്ല. അത് പലരുടെയും പ്രശ്നം അതാണ്, കോൺഫിഡൻസ് ഇല്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ഗ്രാമറിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് പെട്ടെന്ന്. അതുകൊണ്ട് ഈ ഗ്രാമറൊക്കെ നമുക്ക് റഹീമിനെ കളിയാക്കുന്നവർക്ക് AIOU അത് പറയുമ്പോൾ ആൻ വേണമെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിൽ നമ്മുടെ ഓർമ്മ വരത്തില്ല. ഇംഗ്ലീഷ് പ്രസംഗിച്ചു ഞാൻ 10 മിനിറ്റ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത കുട്ടികളെ, കാരണം എന്നെ ഗസ്റ്റായി കിട്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതാണ്, ഞാൻ പെട്ടെന്ന് നിർത്തും, അല്ലെങ്കിൽ വീണ്ടും പ്രസംഗിക്കുമല്ലോ. ഇതിനു മുമ്പ് ഇവരുടെ ഒരു പരിപാടിയിൽ ഒരാൾ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഭാഗ്യം 10-15 മിനിറ്റ് സംസാരിച്ചു. അറിയില്ല, നമ്മൾ പിന്നെ കേൾക്കാൻ പോയില്ല, കേട്ടൊരു ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് നാട്ടിൽ പോയി. നാട്ടിൽ ക്രിസ്മസ് ആണല്ലോ, അപ്പനും അമ്മയുണ്ട്. അവർക്ക് 89-90 വയസ്സാണ്. അപ്പനോ 90, അമ്മയ്ക്ക് 88. അപ്പോൾ അവരോടൊപ്പം ക്രിസ്മസ് ഈ പ്രായമാകുമ്പോൾ മനുഷ്യർ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് മാറും. അപ്പോൾ ആ ഒരു സ്വഭാവം ഒക്കെ ഉണ്ട്. അവരുടെ പിണക്കവും ദേഷ്യവും. അമ്മയ്ക്ക് വിളമ്പി തരണം, പക്ഷേ ചിലപ്പോൾ അനിയൻ്റെ ഭാര്യ ആയിരിക്കും വിളമ്പി തരുന്നത്, പിടിക്കത്തില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ചേച്ചിയായിരിക്കും വിളമ്പി തരുന്നത്, പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ പറയും വേണ്ട, അമ്മ മതി എന്ന് പറയാം, അല്ലേ പിണങ്ങും. അപ്പോൾ ആ ഒരു ക്രിസ്മസ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ പെങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി മറ്റേ പെങ്ങളുണ്ട്, ഇളയ പെങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുടുംബസംഗമം നടത്തി ഒരു വല്ലപ്പോഴും വരത്തുള്ളൂ. അമേരിക്കയിൽ നിന്ന് വന്നു ചേട്ടൻ എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ ക്രിസ്മസ് സമയത്ത് ഒരുമിച്ച് എല്ലാവരും, ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് ദിവസം 1-2 ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ സർക്കാർ എനിക്കെതിരെ ഒരു കേസെടുത്തിട്ട് വീണ്ടും ജയിലിലടയ്ക്കാൻ ഒരു നീക്കം നടത്തി. അപ്പം അങ്ങനെ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇന്നലെ തിരിച്ചു രംഗത്തെത്തി. അപ്പോൾ ഇന്നലെ ശിവഗിരിയിൽ ഞാൻ ശരിക്കും രാവിലെ പറഞ്ഞപ്പോഴാണ് അത് പെട്ടെന്ന് എനിക്കത് ക്ലിക്ക് ചെയ്ത്. രാവിലെ എന്നെ മെനഞ്ഞാന്ന് ഒരാൾ വർക്കലയുടെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, പുള്ളി വരുമോ, ഞാൻ പ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ആ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾ വളരെ നിരാശരായിരിക്കും. കാരണം വെച്ചാൽ ഇത് ഭയങ്കര അകലമാണല്ലോ. അപ്പം നമ്മൾ സ്റ്റേജിലേക്ക് വേറെ സ്ഥലത്തു നിന്ന് വരുന്നു, ആളുകൾ താഴെ ഇരിക്കും, നമ്മൾ സ്റ്റേജ് കഴിഞ്ഞ് വരും, അങ്ങോട്ട് നമ്മൾ ആരെയും കാണുന്നില്ല, അങ്ങോട്ട് പോകുന്ന സ്റ്റേജ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ കാണാൻ പരിചയപ്പെടാമെന്ന് ഓർത്ത് വന്ന മനുഷ്യർ കാണും, പക്ഷെ അവരെനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പക്ഷേ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ചെയ്തു. മറ്റേ അതിഥികൾ ചെയ്യുന്നതിന് പകരം ഞാൻ അവിടുത്തെ ഒരു സ്വാമി എൻ്റെ കൂടെ വന്നു. സ്വാമിയും കൂട്ടി ഞാൻ മഹാസമാധിയിലും പോയി, വൈദ്യമഠത്തിലും പോയി, ശാരദമഠത്തിലും പോയി. അങ്ങനെ 3 പോയ വഴി ഒരുപാട് ഭക്തർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ സംസാരിച്ച് ഒരുപാട് ഒരു സെൽഫി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സംഘാടകർ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അത് ആരാന്നറിയോ, ഞാൻ പറഞ്ഞ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട വളരെ വലിയ സമ്പന്നരായ മനുഷ്യർ, വെള്ളാപ്പള്ളിയെ പോലുള്ളവരല്ല. അതായത് സ്വന്തം വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ അവിടെ ഒരു സ്വാമിയോട് സംസാരിച്ച സ്വാമി പറഞ്ഞു, വെള്ളാപ്പള്ളിയും കുടുംബം ഇന്നേ വരെ ഇവിടെ വന്നിട്ട് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. മഹാസമാധിയിൽ ഇന്നേ വരെ പ്രാർത്ഥിക്കാൻ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം വെള്ളാപ്പള്ളിയെ പോലല്ലാതെ ഗുരുദേവ ഭക്തരായ സമ്പന്നരുണ്ട്. ഡോക്ടർ അനൂപ്, ഞാൻ അനൂപിനെ കണ്ടു.
അനൂപിനെ കണ്ടു. അനൂപ് അതിൻ്റെ ഇത്തവണത്തെ കൺവീനറായിരുന്നു. ഒരു ചെറിയ കസേര, പിണറായി വിജയൻ ന്യൂയോർക്കിൽ പെരുന്ന വന്നിട്ട് ഒരു കസേരയിൽ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ട് എണീറ്റിട്ട് അറിയുമെന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അനൂപാന്ന്. ഞാൻ പറഞ്ഞു AV അനൂപല്ലേ എന്ന് ചോദിച്ചു. മെഡിമിക്സിൻ്റെ അനൂപ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിലൊരു സുരേഷ് കുമാറുണ്ട്, ഈഗിൾ എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഫേം, നല്ല മനുഷ്യനാണ്. അപ്പം സീഗിൾ എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്താണ്. ആ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ആളുകളെ തട്ടിക്കുന്ന റിക്രൂട്ട്മെൻ്റ് അല്ല, ചെറിയ പ്രോസസ്സിങ് ഫീസ് മാത്രം മേടിച്ചു കൊണ്ടുവന്നത്. അപ്പം ഈ വാസ്തവത്തിൽ സുരേഷാണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. മുരളിയെ പക്ഷേ ഇന്നലെ മുരളിയെ ഞാൻ കണ്ടില്ല. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ശിവഗിരിയുമായി അസോസിയേറ്റ് നിൽക്കുന്ന ഈഴവ സമുദായത്തിലെ സമ്പന്നരായ നല്ല മനുഷ്യർ. അവർക്ക് ഗുരുദേവനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു പരാതി ഈ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. തീർത്ഥാടനം ലക്ഷക്കണക്കിന് മനുഷ്യരെത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പം നമുക്ക് ആ പരിസര പ്രദേശത്തൊന്നും ചെല്ലാൻ പറ്റാത്ത പോലെ ആൾക്കൂട്ടമാണ്. പക്ഷേ ഈ ആളുകൾ മുഴുവൻ ഈ ഷോപ്പിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ഇത് അറിവിന്റെ തീർത്ഥാടനമാണ്. അവിടേക്ക് ആ ഹാള് നിറച്ച ആളില്ല. അതാ പലപ്പോഴും സംഭവിക്കാറ്. നിറച്ച് അതേസമയം ഈ പരിപാടി കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുന്ന തരത്തിൽ പരിസരത്ത് മുഴുവൻ ആളുണ്ട്. അവിടെ ഷോപ്പിംഗ് കട നടത്തുന്നവർക്കൊക്കെ ലാഭമാണ്. അപ്പോൾ ആളുകൾ ഈ തീർത്ഥാടനത്തിലെ വരുന്നവർ നിർബന്ധമായും ഈ പരിപാടിയിലൂടെ പങ്കെടുക്കും. അതാണ് ഗുരുദേവൻ ഉദ്ദേശിച്ചതും. അറിവിൻ്റെ തീർത്ഥാടനമാണിത്. എനിക്ക് ഒരിക്കലും മാത്രം സംഘാടകനാവാൻ കഴിഞ്ഞൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഷാർമേർ സാർ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സമയത്ത് ദൂരദർശന് വേണ്ടി ഞങ്ങളാണ് അത് ചെയ്യാൻ പോയത്. അപ്പോൾ സാറ് നമുക്ക് വളരെ നമ്മുടെ ഗുരുസ്ഥാനീയനായ ഒരാളായതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങളെയും കൂടെ ചുമതലകളെ ഏൽപ്പിച്ചിരുന്നു. കവി സമ്മേളനം അങ്ങനെയൊക്കെ ഉള്ളൂ. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നടത്തുക എന്ന് പറഞ്ഞൊരു ചില്ലറ കാര്യമല്ല, എന്തോ പരിപാടിയാണ്. വല്ലാത്ത പരിപാടി. എന്തായാലും ഞാൻ മാധ്യമ സമ്മേളനത്തിൽ 2ാം തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഒരു 4-5 കൊല്ലം മുമ്പ് ഈ മാധ്യമ സമ്മേളനം ആരംഭിക്കുന്ന സമയം ഞാനുണ്ടായിരുന്നു. ഇത്തവണ നമ്മുടെ എനിക്ക് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളൂ. കുഴൽനാടനും ഉണ്ടായിരുന്നു, റഹീം ഉണ്ടായിരുന്നു. ജോർജ് കുര്യൻ വന്നില്ല, അദ്ദേഹത്തിന് അസൗകര്യമുള്ളതുകൊണ്ട്. റഹീം വളരെ ഊഷ്മളമായിട്ട് വന്ന് സംസാരിച്ചു. കുഴൽനാടൻ പിന്നെ നമ്മളുമായിട്ട് സൗഹൃദമുള്ളത് കാരണം വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പി ശ്രീകുമാറുണ്ട്, ഗവർണറുടെ അഡീഷണൽ PS ആണ്. ശ്രീകുമാർ ഉണ്ടായിരുന്നു. VS രാജേഷ്, കേരളത്തിലെ ചീഫ് ന്യൂസ് VS രാജേഷ് ഉണ്ടായിരുന്നു. പിന്നെ സുജയ ഉണ്ടായിരുന്നു. സുജയെ ഞാൻ ആദ്യം നേരിട്ട് കാണുമോ? നേരത്തെ കണ്ടിട്ടില്ല. ഇവരാരും നേരിട്ട് കണ്ടിട്ടില്ലല്ലേ? പക്ഷേ സുജയ കണ്ട അത്ര പ്രായമുണ്ട്. പക്ഷെ സുജയെ കണ്ട തോന്നില്ല, ഒരു കൊച്ചു പെണ്ണായിട്ട് തോന്നി. ഞാൻ സുജയെ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ സൗന്ദര്യമുള്ള നല്ല ഭംഗിയ വസ്ത്രം ധരിച്ച നല്ലൊരു സോഫ്റ്റ് എന്താ പറഞ്ഞ ഒരു നല്ല നമ്മൾ ക്യാമറയിൽ കാണുന്ന ഒരു അഗ്രസീവ് അല്ല. ഞാൻ ആദ്യം കാണും, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇല്ലില്ല. അത് ശരി, അത്രയും പ്രായമുണ്ട്. അത് കൊള്ളാം. അപ്പൊ എന്റെ പ്രായമൊക്കെ ആയിരിക്കും ചിലപ്പോ. എന്നെ ചേട്ടാ വിളിക്കുന്നത്. പിന്നെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. VD സതീശ് എന്നെ ചേട്ടാ വിളിക്കുന്നത്. നമ്മുടെ തുഷാർ വെള്ളാപ്പള എന്നെ ചേട്ടാ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിവേ നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. 10 മിനിറ്റേ സംസാരിക്കാൻ ഒരാൾക്ക്. എല്ലാവരും പക്ഷേ 15 മിനിറ്റ് സംസാരിച്ചു, ഞാനും സംസാരിച്ചു. അപ്പോൾ അങ്ങനെ തിരിച്ച് വളരെ വൈകി. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ പലതും സംഭവിക്കും. അതിനുശേഷം ഞാൻ വർക്കല ക്ലിഫിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ക്ലിഫിലേക്ക് അടുക്കാൻ പറ്റത്തില്ല. അതറിയില്ല. ഒരു പോലീസുകാരനെ സഹായിച്ചു. ഞാൻ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങി വർക്കലയുടെ ഒരു തിരിയുന്ന വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വണ്ടി തടഞ്ഞ് എന്നോട് പറഞ്ഞു, വെറുതെ പോവുക, ആ ചെല്ലൂല, ഈ സമയത്ത് എന്തിനാ, അങ്ങനെ ഒരു 3 മണിക്ക് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോന്നു. നമ്മുടെ ബിജു രമേശിന് വിൻസർ രാജധാനി പോന്നു ന്യൂ ഇയർ അവിടെ ഒരു രസമുണ്ടായി. അവിടെ വന്നിട്ട് ആ പരിപാടിയിൽ, അതായത് 1000 രൂപയോ 1200 എങ്ങാണ്ട് 1300 എല്ലാം ഉള്ള ഒരു പാർട്ടി നല്ലതായിരുന്നു. അപ്പോൾ പങ്കെടുക്കുന്ന ഒരു കുറിയിടും, അതിൽ 1ാം സ്ഥാനം എനിക്ക് അടിച്ചു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു ലോട്ടറി അടിക്കുന്നത്. ലോട്ടറി എടുത്തിട്ടില്ല. മൂന്നാറിലെ ക്ലൗഡ് 9 റിസോർട്ടിൽ സൗജന്യ താമസം. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ ദിവസം കിട്ടുന്നതല്ല, പക്ഷെ ആദ്യമായിട്ട് അത് യൂണിയനിലൊക്കെ തന്നെ ഈ അവിടുത്തെ കുടുംബങ്ങളടക്കം ഒരിക്കലും സമ്മാനം എനിക്ക് കിട്ടാറില്ല. കിട്ടി. അന്ന് ഞാൻ അവിടെ ഇല്ല, ഞാൻ രാത്രി 10 ഞാൻ വീട്ടിൽ പോയി. അല്ല, ഞാനും പോന്നു, പക്ഷെ അത് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു. എനിവേ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം ഇതൊന്നും അല്ല, ഇതൊരു പശ്ചാത്തലം പറഞ്ഞു ആളുകൾക്ക് താല്പര്യം. നമ്മുടെ വിഷയം തിരുവനന്തപുരം മേയർ VV രാജേഷും അനുബന്ധ പ്രശ്നങ്ങളുമാണ്. VV രാജേഷ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ താൻ ഒരു പക്വമതിയായ ഒരു നല്ല ഭരണാധികാരിയാണെന്ന് രാജേഷ് തെളിയിച്ചു. ഈ രാജേഷിനെ കുറിച്ച് നമുക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു രാജേഷ്.
എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ BJP-യിൽ നമുക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരേ ഒരാൾ രാജേഷായിരുന്നു. എനിക്ക് പേഴ്സണലി ബന്ധമുണ്ടായിരുന്ന ഒരേ ഒരാൾ രാജേഷായിരുന്നു. രാജേഷ് മറുനാടൻ ഓഫീസ് വരുമായിരുന്നു വർഷങ്ങളായിട്ട്. മറുനാടൻ ഓഫീസിൽ നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ രാജേഷിന് പറഞ്ഞ് ചെയ്തു തരുമായിരുന്നു. പക്ഷേ രാജേഷ് സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റാകുകയും രാജേഷ് സുരേന്ദ്രൻ്റെ ഭാഗമായി ജില്ലാ പ്രസിഡൻ്റ് ആവുകയും ചെയ്തതിന് ശേഷം ഒരു കുറ്റകരമായ നിശബ്ദത കാണിച്ചു. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് ഞാൻ ആ വാക്ക് തന്നെ പറയാണ്. സുരേന്ദ്രനെ പേടിച്ചാവാം. പിന്നെ ഒരിക്കൽ പോലും കോൺടാക്ട് ചെയ്യുകയോ ഒരിക്കൽ പോലും ബന്ധപ്പെടുകയോ നമ്മുടെ രമേശിൻ്റെ വലിയ സുഹൃത്ത്, നമ്മുടെ ചീഫ് ന്യൂസിൻ്റെ രമേശിൻ്റെ വലിയ സുഹൃത്താണ്. പക്ഷെ ഒരിക്കൽ പോലും നമ്മളെ കോൺടാക്ട് ചെയ്യുകയോ നമ്മളുമായിട്ട് ഇടപെടുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് സുരേന്ദ്രനെ പോലെ ഇറങ്ങിയിട്ടുമില്ല. പക്ഷേ ആ പ്രസിഡന്റ് പദവി മാറി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതുകൊണ്ട് വീണ്ടും പുള്ളി നമ്മളെ കൊണ്ടാണ്. അപ്പം ഞാനത് ശരിയല്ലല്ലോ എന്ന് ആദ്യം തോന്നി. പിന്നീട് എനിക്ക് മനസ്സിലായി അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം അങ്ങനെയാണ് ചെയ്യുന്നത്. സംസ്ഥാന പ്രസിഡന്റ് നയം എടുക്കുമ്പോൾ വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന കാര്യമില്ല. പക്ഷെ രാജേഷ് ഒരിക്കലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. നമുക്കങ്ങനെ രാജേഷിനോട് പ്രത്യേക സ്നേഹമോ പ്രത്യേക എതിർപ്പോ ഇല്ല. രാജേഷ് മേയർ ആവില്ല എന്നായിരുന്നു എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. രാജേഷ് മേയർ ആവുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, നേരെ മറിച്ച് BJP സംസ്ഥാന നേതൃത്വം എനിക്ക് നൽകിയിരുന്ന ഫീഡ്ബാക്ക്, നമുക്ക് പലപ്പോഴും എല്ലാ മേഖലയിലുമുള്ള ബന്ധമുണ്ട്, രാജേഷ് ആവില്ലെന്ന്. അങ്ങനെ തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം. ഇപ്പോൾ ആരെന്തെല്ലാം പറഞ്ഞാലും ശ്രീലേഖ, എനിക്ക് ശ്രീലേഖയുമായിട്ട് അടുപ്പമുണ്ട്, രാജീവ് ചന്ദ്രശേഖരമായിട്ട് അടുപ്പമുണ്ട്, എല്ലാവരോടും എനിക്ക് അടുപ്പമുണ്ട്. ഇപ്പം ശ്രീലേഖ പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ്, ശ്രീലേഖയോട് പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ്. ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങിയത് പോലും മേയറാക്കാമെന്ന് പറയാൻ ശ്രീലേഖ മത്സരിക്കുമായിരുന്നു. BJP-യിലേക്ക് വന്നെങ്കിലും ശ്രീലേഖ പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യവും. പക്ഷേ എന്തോ ഒടുവിൽ സംഭവിച്ചു. എനിക്ക് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരനോട് ബഹുമാനം തോന്നിയത്. കാരണം രാജീവ് ചന്ദ്രശേഖരന് രാജേഷിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം സുരേന്ദ്രൻ്റെ ആളാണ്. എന്നിട്ടും രാജീവ് ചന്ദ്രശേഖരൻ രാജേഷിന് തിരുവനന്തപുരത്തുള്ള ഗ്രിപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തെ മത്സരിക്കാൻ വിടുന്നു. മത്സരിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഈ ആളുകൾ ഈ പൊട്ടൻഷ്യൽ ത്രെട്ടുള്ളവരെ വെട്ടും. അപ്പം പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ MLA-യും പ്രദീപിനെ ഒരുപോലെ വെട്ടി. കോഴിക്കോടിന് പ്രതിനിധിയും വരരുത്, മുസ്ലിം പ്രതിനിധിയും വരരുത്, ഓർക്കണം. അതേപോലെ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഈ വിജയസാധ്യത മാത്രം നോക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ രാജേഷ് മത്സരിച്ച് വരുമ്പോഴും BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം ശ്രീലേഖയാണ്. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്, അത് രാജീവ് ചന്ദ്രശേഖരന് ഇഷ്ടമുള്ളത് ഞാൻ അനുമതി കൊടുത്തിട്ടുണ്ട്, മറ്റതുപോലല്ല. പക്ഷേ കാര്യത്തോടെടുത്തപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം, ദേശീയ നേതൃത്വത്തിന് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ബലം പിടിച്ചാൽ അനുവദിക്കും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഫ്രീ ഹാൻഡാണ് രാജീവ് ചന്ദ്രശേഖരൻ, അങ്ങനെയാണ് ഫ്രീ ഹാൻഡ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിവേകം അവിടെ നമ്മൾ കാണും. സുരേന്ദ്രനില്ലാത്ത വിവേകം രാജീവ് ചന്ദ്രശേഖരനുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ കീഴിലുള്ള ഭൂരിപക്ഷം കൗൺസിലർമാർക്കും താല്പര്യം രാജേഷിനോടാണ്. തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ബന്ധം രാജേഷിനാണ്. അപ്പം രാജേഷിനെയും കൂടുതൽ കൗൺസിലർമാരെയും പിണക്കി ഒരു മേയറെ കൊണ്ടുവന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ലക്ഷ്യത്തെ 3 മാസം ബാധിക്കും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം എന്താണ്? നിയമസഭയാണ്, കോർപ്പറേഷൻ മാത്രമല്ല. കോർപ്പറേഷൻ അതിൻ്റെ ഒരു വഴി മാത്രമാണ്, തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭൂരിപക്ഷ താല്പര്യം പരിഗണിച്ചുകൊണ്ട്, തൻ്റെ താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ രാജേഷിനെ ആക്കുന്നു. അപ്പം ഇതിനിടയ്ക്ക് ഞാനൊരു പണി കാണിച്ചു. ചാനലിലെല്ലാം രാജേഷ് ആയിരിക്കും സാധ്യത, ശ്രീലേഖ രണ്ടാമത് വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ചാനലൊക്കെ വെറുതെ പറയുന്നതാണ്, ഇവിടെ മേയറാകാൻ പോകുന്ന ശ്രീലേഖ. അത് എൻ്റെ ഇൻറ്റേർണൽ സോഴ്സിൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നും ഞാൻ ഇട്ടതാണ്. അത് കഴിഞ്ഞ് പക്ഷേ തിരിച്ചു വന്നു, ശ്രീലേഖയല്ല രാജേഷായി. ഈ രാജേഷിൻ്റെ സത്യസന്ധ മാന്യത ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിനെക്കുറിച്ച് എന്നോട് രാജേഷ് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മേയറാകുന്നതിന് മുമ്പ് അന്ന് രാവിലെ എന്നെ ടെലിഫോണിൽ വിളിച്ചു. എന്നെ ടെലിഫോണിൽ വിളിക്കുക, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല 3-4 ദിവസം. ഞാൻ എടുത്തില്ല, ഞാൻ ഫോൺ എടുത്തില്ല. അന്ന് 3 തവണ രാജേഷിനെ ഫോൺ വിളിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഈ അനൗൺസ്മെൻ്റൊക്കെ കാണുന്നത്. ഞാൻ അതിന് തിരിച്ച് രാജേഷിനെ ഫോൺ വിളിക്കുമ്പോൾ രാജേഷ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ചേട്ടാ എല്ലാവരും അഭിനന്ദിക്കുന്നു, അതുകൊണ്ട് ചേട്ടനോട് അങ്ങനെ അഭിനന്ദിക്കുകയും സ്തുതി പാടുകയും വേണ്ട, എനിക്ക് വിമർശനം വേണം. കാരണം വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ നന്നാവത്തുള്ളൂ.
നല്ലതൊക്കെ ഓക്കെ, അത് കുഴപ്പമില്ല, അത് ജനങ്ങൾ കണ്ടോട്ടെ. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിമർശിക്കുന്നതും ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലോ ഞാൻ എടുക്കുന്ന നിലപാടിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ ചേട്ടൻ എന്നെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു രാജേഷ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. ഞാനൊരു കാര്യം പറയാമല്ലോ, വി രാജേഷിനെ ഞാൻ ഈ മേയർ തെരഞ്ഞെടുപ്പ് വരെ ഒരു ആവറേജ് നേതാവായിട്ട് വിലയിരുത്താം. നമ്മളുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും, അടുപ്പുണ്ടെങ്കിൽ പോലും ഒരു ആവറേജ് നേതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ, നമ്മൾ പറയുന്ന ഒരു ഒരു നേതാക്കൾക്ക് നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് അല്ല. എം ടി രമേശിൻ്റെ ശരീരഭാഷയുടെ കുറച്ചുകൂടെ ഭേദപ്പെട്ടതാണെങ്കിൽ കൂടി സുരേന്ദ്രനുള്ളതോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനുള്ളതായ അല്ലെ പി കെ കൃഷ്ണദാസിനുള്ളതോ നമ്മുടെ സാധാരണ നേതാക്കൾ, സതീശനായിക്കോട്ടെ പിണറായി വിജയനായിക്കോട്ടെ, അവർക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശരീരഭാഷ അല്ല രാജേഷിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൊക്കെ ഒരു ദേഷ്യം, ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ദേഷ്യക്കാരൻ്റെ ലുക്കാണ്. പക്ഷെ രാജേഷ് അപ്പോൾ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ പോലും രാജേഷ് അങ്ങനെ അങ്ങോട്ട് തിളങ്ങിയിട്ടില്ല അല്ലേ? അതെ. ആ രാജേഷ് ഈ മേയർ പദവിയിലിരുന്ന് ഇത്ര കാലം കൊണ്ട് നിങ്ങൾ പറഞ്ഞ എന്തൊക്കെ കാര്യത്തെ ശ്രദ്ധിച്ചെന്നുള്ള കാര്യം ശ്രദ്ധിച്ചത് പ്രധാനമായും ഈ ആവശ്യമില്ല തൊട്ടനും പിടിച്ചതിന് മുഴുവൻ ബൈറ്റ് കൊടുക്കുന്ന പരിപാടി മറ്റൊരു ചെയ്യുമ്പോൾ അബദ്ധം വിളിച്ച് പറയാൻ നിർത്തി. കൃത്യമായിട്ട് എന്താണോ തനിക്ക് പറയാനുള്ളത് ആ കാര്യം വളരെ കൃത്യമായി നല്ല ഭാഷയിൽ നന്നായി പ്രസൻറ്റ് ചെയ്ത് പറയുന്നുണ്ട് കാര്യങ്ങൾ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാജേഷ്, ഞാനിപ്പം ഗണേഷ് കുമാറും രാജേഷും തമ്മിൽ ബസ്സിൻ്റെ തർക്കം എടുക്കാം. അപ്പം ബസ്സിൻ്റെ തർക്കത്തിൽ നല്ല മെയ്വഴക്കമുള്ളയാൾ ഗണേശാണ്. ഇത്രയും വർഷമല്ലേ, 2001 മകനാണ്, രാഷ്ട്രീയ സാഹചര്യത്തിൽ വളർന്ന ആളാണ്, പലതവണ മന്ത്രിയായിരുന്ന ആളാണ്, പിന്നെ ഭയങ്കര സ്വാധീനമുണ്ട്. ആ മെയ്വഴക്കക്കാരനായ അദ്ദേഹം ഇന്നലെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ രാജേഷിന് പണിയായല്ലോ, ഒരു വിജയിച്ച ഭാവം ഉണ്ടായിരുന്നു. അല്ല, പണിയായല്ലോ ഈ ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലുണ്ട്. അതായത് ഒരു പരിഹാസം, ഞാൻ വേണേൽ മുഴുവൻ അങ്ങ് വിട്ടു തന്നേക്കാം. അപ്പം ഞാനും ഓർത്തു ചേട്ടാ പണിയാവൂല്ലോ, കാരണം എങ്ങനെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും, ഒന്ന്. രണ്ട്, അതിനേക്കാൾ വലിയ പണി എന്താണെന്നറിയോ, ഇവന്മാർ വണ്ടി മാക്സിമം ഓടിച്ചു, ബാറ്ററി മാറാൻ 28 ലക്ഷം രൂപ, ഏതാണ്ട് ഒരു ബസ് വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്നത് ബാറ്ററി. അപ്പോൾ എന്ത് ചെയ്യും? ഇത് പണിയായല്ലോ, ഇത് തിരിച്ച് കിട്ടൂല്ലോ, ഇവന്മാരെ കോർപ്പറേഷൻ കൂളായിട്ട് ഈ കോർപ്പറേഷൻ തലേ വെക്കൂലോ എന്ന് ഓർത്താണ് ഞാൻ അദ്ദേഹം അത് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു പരിഹാസം ചിരിയോടുകൂടിയാണ് അവസാനിപ്പിച്ചത്. അപ്പം ഞാനും കരുതി എടാ ഇത് പണിയാകും എന്ന് ഞാനും കരുതിയത്. പക്ഷെ അന്ന് തന്നെ രാജേഷ് രംഗപ്രവേശം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഒന്ന്, അദ്ദേഹം ഗണേഷ് കുമാറിനെ പരിഹസിച്ചേയില്ല, മാത്രമല്ല പുകഴ്ത്തിയാണ് പറഞ്ഞത്. എന്നെക്കാൾ സീനിയറാണ്, നേരത്തെ MLA ആളാണ്, രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്, വളരെ നല്ല ഭാഷയിൽ നല്ലതായിട്ട് പറഞ്ഞ ജനങ്ങളുടെ വിഷയം അദ്ദേഹത്തിനാണ് എന്നെക്കാൾ അറിയാവുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ രാജേഷ് ഗണേഷ് കുമാറിൻ്റെ ധാർഷ്ട്യത്തെ ആദ്യം തകർത്തു. പരിഹാസവും പുച്ഛവും എല്ലാം ഗണേശിൻ്റെ പരിഹാസവും പുച്ഛവും ധാർഷ്ട്യവും എല്ലാം ഒറ്റയടിക്ക് പുള്ളി തകർത്ത് കളഞ്ഞു. അതാണ് ഈ രാജേഷിന് കിട്ടിയൊരു സ്വീകാര്യത. ആ ഒരു സമീപനം വഴി രാജേഷിന് കിട്ടിയൊരു സ്വീകാര്യം മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ മേയർ ഊട്ടിക്കിട്ട് പണി കൊടുക്കണമെന്ന്. അതെ, അവർ കാരണം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നമ്മൾ വിചാരിച്ചതിനൊക്കെ. അപ്പോൾ ഇന്ന് ഞാനൊരു പോസ്റ്റ് വായിച്ചു, 3 ഉദാഹരണങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അവരെ ഈ പാസ്പോർട്ട് ഓഫീസിൽ തിരുവനന്തപുരത്തെ ഈ വഴുതക്കാടുള്ള ആ ബിൽഡിങ്ങിൽ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി അവരുകൊണ്ട് മുമ്പിൽ കൊണ്ട് കാർ പാർക്ക് ചെയ്തു, മേയറുടെ കാർ. സെക്യൂരിറ്റി പറഞ്ഞു അത് പാടില്ല. അവർ പറഞ്ഞില്ല ഞാനിടും, ഞാൻ മേയറാണ്, നിനക്ക് പോയിരുന്നു. എന്നിട്ട് അവർ പിള്ളേരുടെ എന്തോ പാസ്പോർട്ട് എടുക്കാൻ പോയി തിരിച്ചു വന്നു, നിയമവിരുദ്ധമായിട്ട് ചെയ്തു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അയാളെ ജോലി എന്ന് പറഞ്ഞു വിട്ടു. ഒരു സംഭവം. മറ്റൊരു സംഭവം അതുപോലെ തന്നെ അവർ ഭയങ്കര അഹങ്കാരത്തോട് സാധാരണ മനുഷ്യർ യദുവിൻ്റെ നമുക്കറിയാം, അതെ, ഡ്രൈവറിന് പണി പോയില്ലേ. വേറെ ഒരു സംഭവം കൂടി ഇത്തരത്തിൽ ഈ സാധാരണ മനുഷ്യരോട് ധാർഷ്ട്യം കാണിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. ഭയങ്കരമായ ധാർഷ്ട്യമായിരുന്നു. അതായത് ഈ ഞാനാണ് മേയർ, എനിക്കെല്ലാവരും സപ്പോർട്ടുണ്ട്, പാർട്ടിയുടെ പിൻബലം എനിക്കുണ്ടെന്ന് ഭയങ്കര. അപ്പം ആ ധാർഷ്ട്യക്കാരി കാട്ടിയ അഴിമതിയും അവർ ഈ യദുവിനോട് കാട്ടിയതൊക്കെ അന്വേഷണ വിധേയമാകണമെന്നും അവർ ജയിലിലാവണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ രാജേഷിനോട് പറഞ്ഞു, രാജേഷ് ജി നിങ്ങൾ എന്നോട് പറഞ്ഞു, ചേട്ടാ അത് നമ്മൾ പ്രതികാരം നമുക്കില്ല, നമ്മളെല്ലാം പരിശോധിക്കും, എല്ലാം പരിഗണിക്കും. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ചട്ടലംഘനം നടത്തും, നമ്മൾ അതിന് നടപടി, അല്ലാതെ അവരെ ജയിലിൽ അടച്ചാൽ മതിയാവുന്ന വാശി നമുക്കൊന്നുമില്ല. മാത്രമല്ല യദുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് റോളുമില്ല, അത് പോലീസ് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കോർപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രാജേഷിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്.
അതേസമയം നിങ്ങൾ പറഞ്ഞ മാതിരി പറയാനുള്ളത് കൃത്യം. പറയച്ച് ഈ ബസ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോഴേ ബസ് കൊണ്ടിടാൻ സ്ഥലമില്ലാന്ന് കളിയാക്കി അവർ പറഞ്ഞല്ലോ. രാജേഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കോർപ്പറേഷൻ സ്ഥലം കിടപ്പുണ്ടെന്ന് പറഞ്ഞു, ബസ് കൊണ്ടിടാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, ബസ് സ്റ്റാൻഡ് വേണമെന്നില്ല എന്ന് പറഞ്ഞ് ബസ് ഓടിക്കാൻ. അത് സത്യമാണല്ലോ, ബസ് സ്റ്റാൻഡില്ലാതെ ഏതാ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഇത് അവർക്ക് പണിയാവും. കാരണം ഈ കോർപ്പറേഷൻ്റെ സ്ഥലം ഒരുമാതിരിപ്പെട്ടതെല്ലാം അനധികൃതമായി ഇവന്മാർ കൈവശപ്പെടുത്തിയിരിക്കുക. അപ്പം ഇതെല്ലാം ഈ പറയുന്ന ഇപ്പോൾ കോർപ്പറേഷൻ ഒരുപാട് സ്ഥലമുണ്ടെന്നോ, ഈ സ്ഥലത്തിലൊക്കെ ഈ CPM സ്വാധീനവും താല്പര്യമുള്ള സംവിധാനങ്ങളുടെ കയ്യിൽ നഗരത്തിലെ എല്ലാ ഭാഗത്തും കോർപ്പറേഷൻ ബിൽഡിംഗ് ഉണ്ട്, പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്ഥലവും. അതെല്ലാം ഇപ്പം CPM കൈസ്റ്റഡിയില്ല. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം, ഞെട്ടലോടും രാജേഷോട് സംസാരിച്ചപ്പോൾ രാജേഷ് എൻ്റെ പേരുക്കട മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ കണ്ണിമോറ മാർക്കറ്റ്, പിന്നെ തിരുമല ഒരു ഷോപ്പിംഗും, ഇങ്ങനെ ഒരുപാട് ഈ കെട്ടിടങ്ങളിലെ മുറികളെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണല്ലോ. ഇതിപ്പം 872 രൂപയ്ക്കാണ് മേയർ MLA. ഇതേപോലെ ചെറിയ പൈസയ്ക്ക് വർഷങ്ങൾക്ക് മുൻപ് പലർക്കും വാടകയ്ക്ക് കൊടുത്തിരിക്കണതല്ല. അതായത് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു സ്ഥലത്ത് 50,000 1 ലക്ഷം രൂപ കിട്ടേണ്ട സ്ഥലത്ത് ഒരു പക്ഷേ 1000, 1200, 800, 1000 ഒക്കെ ഉള്ളു വാടക. ഇത് ആ പണ്ട് കൊടുത്തിരിക്കുന്ന ഇവർ 50 കൊല്ലം മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അത് അയാൾ മരിച്ചു പോയാലും ഇവരത് നിലനിർത്തുക. ഈ മരിച്ചുപോയി കാണും, ഈ വാടക അങ്ങനെ പുതുക്കി നിലനിർത്തുന്നു. 1. 2, സബ്ലെറ്റ് ചെയ്യും. ഇത് വലിയ മാഫിയ പ്രവർത്തിക്കുക. ഇപ്പം CPM ഒരു നേതാവായിരിക്കും ഈ 500 രൂപയ്ക്ക് ഇത് വാടകയ്ക്ക് എടുക്കുന്നത്, ഇയാളുടെ പേരിലായിരിക്കും വാടക. പക്ഷേ ഇത് സാധാരണ കൊമേഴ്ഷ്യൽ നിരക്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഈ KSRTC സ്റ്റാൻഡുകൾ ഈ പരിപാടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എടുത്തിട്ട് അതായത് 500 1000 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 50,000-നും 1 ലക്ഷത്തിനും കൊടുത്ത് ലാഭം ഉണ്ടാക്കുക, കോർപ്പറേഷൻ കിട്ടുന്ന പണം പോവുക. ഇനി മറ്റൊരു തട്ടിപ്പ് കേട്ടപ്പോഴും ഞെട്ടിപ്പോയത്, 1 കൊല്ലം കഴിയുമ്പം ഇത് ഉപയോഗത്തിലല്ലായിരുന്നു എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിട്ട് ഈ വാടക ഒഴിവാക്കി കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഫ്രീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ തെളിവ് എന്താണ്? 1 കൊല്ലം ഇവിടെ പ്രവർത്തനമില്ലായിരുന്നു. ഇത്തരത്തിൽ CPM മാഫിയയുടെ കയ്യിലാണ് ഈ കോർപ്പറേഷൻസ്. കാരണം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇവരാ ഭരിക്കുന്നത്. അതല്ല, ഒരു ചെറിയ ഇടവേള മാത്രമേ സ്റ്റാലിൻ സത്യനേശം മേയർ ആയതുള്ളൂ UDF സഹായത്തോടുകൂടി. അത് വളരെ കുറഞ്ഞ കാലഘട്ടം. അദ്ദേഹം പഴയ CPM കാരനാണ്, അദ്ദേഹം ചെയ്യാനും പറ്റില്ല. ഇവരെല്ലാം അദ്ദേഹത്തിന് അറിയുന്ന ആളായിരിക്കും. അതെ, 45 കൊല്ലത്തോളം ഇവരുടെ കയ്യിലായിരുന്നു. ആണ്, വളരെ ചെറിയ ഇടവേള മാത്രം. അപ്പം ഈ കാലയളവിൽ ഇവരിത് മുഴുവൻ ഇവരുടെ കൈവശം ഒരിക്കലും കൈവിട്ട് പോകില്ല എന്ന് അവർ കരുതിയിരുന്നു. ആ ധൈര്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തേക്ക് വന്നാൽ രാജ്മോഹൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി ആയിരിക്കത്തില്ല, വലിയൊരു തിരിച്ചടി CPM ഉണ്ടാവും. CPM സംബന്ധിച്ചിടത്തോളം ആ കോടികളുടെ കച്ചവടം കോർപ്പറേഷൻ്റെ ബേസിൽ വരെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ ഒന്ന് ലിസ്റ്റ് എടുത്ത് നോക്കും. തിരുവനന്തപുരം നഗരത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും അധികം ആസ്തിയുള്ളത് CPM സ്വാഭാവികം. വലിയ ഓഫീസുകൾ ഗാന്ധാരി ഓഫീസ്, അതിനപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. അതെന്നായിരുന്നു? അത് എന്തോ ഒരു എന്തോ വലിയ കെട്ടിടം. ഞാനൊരിക്കലും അവിടുന്ന് എന്തോ വഴി തെറ്റിപ്പോയി കണ്ടപ്പോൾ ഒരു വലിയ കെട്ടിടം CIT. അതിന് തൊട്ടപ്പുറത്ത് അതിലൊക്കെ ഇറങ്ങിയപ്പോൾ ഇതായിട്ട് വേറെ ഏതൊരു CPM ചുമന്ന നിറമുള്ള എന്തോ ഒരു ട്രേഡ് യൂണിയൻ്റെ വേറൊരു ഓഫീസ്. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ്. ഓഫീസ്, DYFI, എല്ലാവരും സ്വന്തം ഓഫീസുണ്ട്. NGO യൂണിയൻ ഉണ്ട്, നമ്മുടെ PMGയിലുണ്ട്. എന്നാ വലിയ കെട്ടിടം, പഴയ എല്ലാം കണ്ണാ സ്ഥലത്താണ്. ഇത് സ്ഥലങ്ങളില്ല. കോൺഗ്രസിനാണെങ്കിൽ ആ പടം ഒരു KPC ഓഫീസ് മാത്രമുണ്ട്. അത് ചെറുത്. ഇതൊന്നും യഥാർത്ഥത്തിലൊന്നും അവരുടെ പേര് കാണത്തില്ല. അതാ ഈ രണ്ടാമത്തെ AK സെൻ്റർ ഉണ്ട്, പുതിയ AK സെൻ്റർ. അതിൻ്റെ ആധാരം പോലും കള്ള ആധാരമാണ്. ഞാൻ ആധാരം കണ്ടതാണ്. നിയമപരമായി നിലനിൽക്കാത്ത ആധാരമാണ്. അപ്പം CPM ഒരുപാട് സ്വത്തുക്കൾ അവർ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ നേതാക്കന്മാരല്ല ഇതുവഴി നഗരസഭയുടെ സ്വത്തുക്കൾ ഇവരുടെ കൈവശമാണ്. ഇതെല്ലാം കൃത്യമായി അന്വേഷണം നടന്നാൽ CPM ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചില്ലറയല്ല, നഷ്ടം ചില്ല. അതുകൊണ്ടാണ് ശിവൻകുട്ടി വെപ്രാളപ്പെട്ട് പറഞ്ഞത് പുത്തനച്ചി മേയറായിരുന്ന ആളാ. ശിവൻകുട്ടിക്ക് അറിയാം ഇവരുടെ ചങ്കിടിക്കുന്നുണ്ട്. കാരണം ഈ BJP ഭരണം പിടിച്ചതോടുകൂടി ഈ പറയുന്ന കംപ്ലീറ്റ് അഴിമതി സംവിധാനങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. വല്ലാത്ത ഈ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ വെച്ചുകൊണ്ട് CPM ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളലാഭം മുഴുവൻ അവസാനിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. നമ്മൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞു തീർത്തില്ല. എന്താണ് ഈ ബസ്സുമായി ബന്ധപ്പെട്ട് 113 ബസ്സുകൾ. അത് ശരിക്കും കോർപ്പറേഷൻ അതിൻ്റെ ഒരു ലാഭം ഏതോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ വാടകയെ ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോഴാണ് രാജേഷ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അപ്പോഴാണ് ഗണേഷ് കുമാർ ഉടൻ തന്നെ രംഗത്തെത്തിയത്. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ തിരിച്ചു കൊടുത്തേക്കാം, അവരെടുത്തോട്ടെ, കുഴപ്പമില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. ആ കോർപ്പറേഷന് കൊടുത്തതിനൊരു ഉദ്ദേശമുണ്ട്. ഇവർക്ക് ഈ കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികൾ, ഇപ്പം ഡൽഹി കണ്ടോ ശ്വാസം മുട്ടുക.
അതായത് ഡൽഹി അടച്ചിടേണ്ടി വരുന്നിരുന്ന പല ദിവസങ്ങൾ ഈ ഓഡ് ഈവൻ നമ്പറിലാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത്തരം പുകമാലിന്യം ഉള്ളതുകൊണ്ട് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള നീക്കങ്ങൾ ഇത് ലോകത്തെല്ലാ നഗരം, ഇപ്പം ലണ്ടൻ നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പല സോണുകളാണ്. കൺജഷൻ ചാർജ് 1, 2, 3, 4, 5 പറഞ്ഞ സോണുകളുണ്ട്. ഈ ഓരോ സെൻട്രൽ സോണുണ്ടല്ലോ വൺസ്, അവിടെയൊക്കെ നിങ്ങൾ കയറണമെങ്കിൽ ഒരു വാഹനം കൊണ്ട് കയറണം 30-35 പൗണ്ട് കൊടുക്കണം. ഓരോ സോണിനും ഫീസാണ്. അൾട്രാ ലോ എമിഷൻ ഫീസ് പറഞ്ഞ സാധനമാണ് അതായത് വാഹനം പരമാവധി വണ്ടി പട്ടണത്തിൽ കയറ്റാതിരിക്കാനുള്ള വലിയ ഫീസുകൾ ഈടായിക്കൊണ്ടിരിക്കുക. ഇതിനേറെ എയർപോർട്ടുകളിൽ, ഇപ്പം ലണ്ടനിൽ പല എയർപോർട്ടുകളുണ്ട്, ഗാറ്റ്വിക്ക്, ഹീത്രൂവ് ഒക്കെ, സ്റ്റാൻസ്റ്റഡ്, ലൂട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ ലണ്ടനിൽ തന്നെ എയർപോർട്ടുണ്ട്. ഈ എയർപോർട്ടുകളിലേക്കെല്ലാം ഇവർ ചെയ്തിരിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് ട്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബസ് ഉണ്ടാവും, ബന്ധിപ്പിക്കുന്നെല്ലാം ഉണ്ടാവും. എന്നിട്ട് ഡ്രോപ്പിംഗ് ചാർജ് പോലും ഉണ്ട്. അതായത് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരാളെ ഡ്രോപ്പ് ചെയ്യണേ പോലും പൈസ കൊടുക്കണം. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കിയല്ല, നേരെ മറിച്ച് നഗരത്തിനെ ശ്വാസം മുട്ടിക്കുന്ന കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബാറ്ററി ബസ് കൊടുത്തത്. ഈ ബസ് KSRTC ഏറ്റെടുത്തു. കാരണം KSRTC മുതൽ മുടക്കില്ല. അവർ KURTC ഉണ്ടാക്കിയത് അങ്ങനെ സബ്സിഡറി കമ്പനി അങ്ങോട്ട് ഉപയോഗിച്ചു. കാരണം അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അങ്ങോട്ട് സബ്സിഡറി അതിവിടുന്ന് നമ്മുടെ ഈ ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഓടുന്നുണ്ട്, അവിടുന്ന് ഓടുന്നു. അതെ, ഇത് മാത്രമല്ല വേറെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന രാജ്മോഹൻ, ഈ 1 കോടി ഇത്രയും രൂപ എങ്ങനെ വരുന്നത് എനിക്ക് 1 കോടി 17 ലക്ഷം രൂപയ്ക്ക് കൊച്ചു വണ്ടിക്കാവുന്ന എങ്ങനെ ബസ്സിന് 1 കോടി രൂപയാക്കാവുന്നതാണ് അവർ പറയുന്നത്. കൊച്ചു വണ്ടി ഞാൻ പരമാവധി ബസ് കയറാറില്ല. കാരണം ഇത് ഇറങ്ങാൻ പോലും പറ്റൂല. ഈ ആൾ നിൽക്കുകയാണെങ്കിൽ അത്ര ഒരു അസൗകര്യമുള്ള ബസ്സാണ് ശരിക്കും. അപ്പം ഈ ബസ് ഈ ബസ്സായിരുന്നു. അപ്പം ഈ ബസ് ശരിക്കും കോർപ്പറേഷനായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയും സർക്കാരും കേരള സർക്കാർ. അപ്പോൾ ഇതിൽ വാഹനം കോർപ്പറേഷൻ കൊടുത്താണെന്നുള്ളൊരു, എന്നിട്ടാണ് ഈ ആന്റണി രാജുവൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. റോഡ് 50% ഈ പുതിയ സ്മാർട്ട് സിറ്റി പദ്ധതി അനുസരിച്ച് റോഡ് പണിതോട് നല്ല കണ്ടില്ലേ? വെളയമ്പലം മറ്റേ തൈക്കാട് ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കി, നല്ല സ്റ്റാൻഡേർഡ് ആക്കി. ഇതൊരു സ്മാർട്ട് സിറ്റി പദ്ധതിയാണ്. ഇന്ത്യയിൽ എത്രയോ സിറ്റികൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിൽ 50% സർക്കാർ കേന്ദ്രം കൊടുക്കും, 50% സംസ്ഥാനം കൊടുക്കണം. അതാണ് ഒരു സ്മാർട്ട് സിറ്റി ബോർഡോ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് അത് ഞങ്ങളുടെ റോഡാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കയറ്റത്തില്ല എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതും ഇതൊന്നും വ്യത്യാസമുണ്ട്. ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് കൊടുത്ത, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് കൊടുത്തതല്ല, കോർപ്പറേഷൻ കൊടുത്തതാണ്. പൂർണ്ണമായും ഇത് കോർപ്പറേഷൻ ഉടമസ്ഥാവകാശത്താണ്. കോർപ്പറേഷൻ അത് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വാടക കിട്ടണം. ലാഭവിഹിതം എന്നതിനേക്കാൾ അതൊക്കെ ശരിക്കും പറഞ്ഞ് തട്ടിപ്പാണ്. രാജേഷ് ശ്രദ്ധിക്കേണ്ട കാര്യം, ലാഭവിഹിതം വേണ്ട. കാരണം ലാഭവിഹിതത്തിന് പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാടക മേടിക്കണം. അതെ, അപ്പോഴും പ്രശ്നമുണ്ട്. ഈ വണ്ടി തലങ്ങന വിലങ്ങ് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊണ്ട് തരും. ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ലാഭവിഹിതം കിട്ടുന്നില്ല. ഇതിന് ബാറ്ററി, അപ്പം ഇത് ശരിക്കും നമ്മുടെ മന്ത്രി ഗണേശിൻ്റെ കൂർമ്മബുദ്ധിയാണ്. അതായത് ഇനി ബാറ്ററി മാറാറാകുമ്പോൾ തിരിച്ചു കൊടുത്തേക്കുവാണെങ്കിൽ ഒന്നും മുതൽ മുടക്കില്ല, ബാറ്ററി മാറുന്ന ചിലവില്ല, ആകെപ്പാടെ ഈ ഇന്ധനം കുറവാൽ മതിയല്ലോ. എന്നിട്ട് അയാൾ പറഞ്ഞ കണക്കെനിക്ക് മനസ്സിലായിട്ടില്ല. 42 രൂപ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരിക്കലും വരേണ്ട കാര്യമില്ല. കാരണം ഡീസലിൻ്റെ ചിലവില്ലല്ലോ. അതെ, പിന്നെ 42 രൂപ കിലോമീറ്റർ കിട്ടുമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്, മറ്റേതിന് 52 കിട്ടുമെന്നാണ് പറയുന്നത് ഡീസൽ വണ്ടി. അപ്പം ആ കണക്ക് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലവ് കിട്ടുന്ന കാര്യമായിരിക്കും പറയുന്നത്, ചിലവ് പറയുന്നില്ലായിരിക്കും. ഡീസലിൻ്റെ ചിലവില്ലല്ലോ ഇതിന്. അപ്പോൾ എന്തായാലും ആ തട്ടിപ്പ് അക്ഷരാർത്ഥത്തിൽ പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? അതെ, പൊളിച്ചടിക്കും. അത് ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ചുമ്മാ ഈ വരട്ട് തർക്കമല്ല, കൃത്യമായിട്ട് എന്താണെന്ന് എനിക്ക് പറയേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായി പറയുക. അത് രാജേഷ്, എനിക്ക് തോന്നുന്നു രാജേഷിൻ്റെ ദീർഘകാലത്തുള്ള ഈ ചാനൽ ചർച്ചയൊക്കെ തന്നെ അതിനൊരു ഒരു കാരണമായേക്കാം ഒരു പക്ഷേ. എന്തായാലും രാജേഷ് ആ മേഖലയിൽ വലിയ തോതിൽ കഴിവ് തെളിയിച്ചിരിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിഷയം, ശ്രീലേഖയായിട്ട് ബന്ധപ്പെട്ട വിഷയവും രാജേഷ് കൈകാര്യം ചെയ്തതും ശ്രീലേഖ കൈകാര്യം ചെയ്തതും വളരെ പോസിറ്റീവായിട്ടാണ്. അതെ, അപ്പം യഥാർത്ഥത്തിൽ ഇവർ മനഃപൂർവ്വം ശ്രീലേഖയെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പ്രശാന്ത് ഉണ്ടാക്കിയ വിഷയമായിരുന്നു, VK പ്രശാന്ത്. അതെ, വാടകയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 25,000 രൂപയാണ് രാജ്മോഹൻ ഒരു MLA-യുടെ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് മാത്രം. TA വേറെയാ, ട്രെയിനിൽ വേറെ, KSRTCക്ക് സൗജന്യം, ട്രെയിൻ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്, DA, TA എല്ലാം ഉണ്ട്. കൂടാതെ
കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആണ്, മണ്ഡല അലവൻസ് പറഞ്ഞ 27. ഈ മണ്ഡല അലവൻസിലെ പ്രധാനപ്പെട്ട ചിലവ് വാടകയാണ്. കാരണം ടെലിഫോണിന് വേറെയുണ്ട്, ഒരുപക്ഷെ കറണ്ടിൻ്റെ ചിലവ്. അപ്പം ഈ 25,000 രൂപയ്ക്കകത്ത് ഉൾപ്പെടേണ്ടതാണ് ഈ വാടക. പകരം കോർപ്പറേഷനെ നഷ്ടത്തിലാക്കിക്കൊണ്ട് 882 രൂപയ്ക്ക്, അതും ഇപ്പോഴും അടച്ചത്, വിവാദം ഉണ്ടായതിനു ശേഷമാണ് മൊത്തം കൊണ്ട് അടച്ചത്. അപ്പോൾ ഇത് പൊളിച്ചടക്കി. അപ്പം കോർപ്പറേഷൻ്റെ ഒരു സ്വത്ത്. എന്നിട്ട് ഇവർ ഓർക്കണം, ഇവർ ശ്രമിച്ചെന്താണ്, ശ്രീലേഖയെ പോലെ ഒരാൾ, അവർ IPS കാരിയാണ്, അഹങ്കാരിയാണ്, അവർ MLA ഭരിക്കാൻ ശ്രമിച്ചു, എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ്. മീഡിയ വണ്ണിലൊക്കെ എന്തോ അതിൻ്റെ പിന്നെ തമ്പ് പോയത് എന്തോ ശ്രീലേഖ ആജ്ഞാപിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ്, ആ രീതിയിലൊക്കെ കൽപ്പിച്ചു. അല്ല, ഇത് ഇവരുടെ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ആ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ഇവർ ഒരു മേമ്പൊടി ചേർത്ത് ചെയ്തതാണ്. പക്ഷേ ഈ രണ്ട് വിവാദങ്ങളും, ഈ ഇലക്ട്രിസിറ്റി ബസ്സിൻ്റെ വിവാദമാണെങ്കിലും വാടകയുടെ ഇത് രണ്ടും വാസ്തവത്തിൽ BJPയുടെ സ്വീകാര്യതയും ഈ മാറ്റത്തിൻ്റെ ഒരു സൂചനയും കൊണ്ടുവന്നു. വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഭരണമാറ്റം സംഭവിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകും. അത് പുത്തനച്ച് പുറപ്പുറം തൂക്കാത്ത രീതിയിൽ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെ, അതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രാജേഷ് എന്ന പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നു എന്ന് CPMന് തോന്നുന്നത് പേടിച്ചിട്ടാണ്, അവരുടെ ആശങ്കയിൽ നിന്നാണ്. വാസ്തവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ ക്ലീൻ ചെയ്തെടുക്കും. മാത്രം ഇനി വേണ്ടത് രാജേഷിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കഴിയുമോയെന്നറിയില്ല, ഈ നാട്ടിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഇടം കോർപ്പറേഷനാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഞാൻ പറയുള്ളൂ, എൻ്റെ കോർപ്പറേഷൻ നിരവധി ജീവനക്കാർ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഈ ജീവനക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണമെന്നാണ്. അതായത് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക്, അത് ലോകത്തൊരിടത്തില്ലാത്തൊരു പ്രക്രിയ. ഇപ്പം ഞാൻ പറഞ്ഞേ, പോലീസ് ഓഫീസർമാരിപ്പം നമ്മൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ള അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഓഫീസർമാരോ അവരുമായി ബന്ധപ്പെട്ടവരോ പ്രതിക്കൂട്ടി നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ പടി കൊടുക്കണം. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പിന്നെ യൂണിവേഴ്സിറ്റിയിലായിരുന്ന ജോലിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കാര്യത്തിന് കോർപ്പറേഷൻ ഓഫീസിൽ ഭാഗ്യത്തിനോടെ സെക്ഷനിൽ ഇരുന്ന ക്ലാർക്ക് അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരാളായിരുന്നു. പക്ഷേ കാര്യം നടക്കുന്നില്ല. അവസാനം ഒരു സമരത്തിൽ വീണ് പറഞ്ഞ് കൊടുത്തല്ലോ എന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ പഠിച്ചതാണ്, കൂടെ പഠിച്ചത്, അവൻ തന്ത വന്നാൽ അയാൾ പൈസ നിങ്ങൾ കൊടുത്തു നോക്ക് പൈസ. അച്ഛൻ എങ്ങനെ കൊടുക്കും, അയാൾ കൊടുക്കുക, അയാൾ സ്നേഹിതയാണ്, സഹപാഠിയാണെങ്കിൽ ഞാൻ തിരിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ പൈസ കൊടുത്താൽ ആ ഈച്ചയിലിട്ടെന്ന് പറഞ്ഞു. ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് രാജേഷ് എന്ന് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന സാധനമാണ്, വലിയ മാഫിയാണ്. സാധാരണ മനുഷ്യർ, ഞാൻ പറഞ്ഞ കാശുള്ളവനും അനധികൃതമായി കാര്യങ്ങൾ സാധിക്കുന്നവനൊക്കെ കാശ് മേടിച്ചോട്ടുണ്ട്. ഈ മര്യാദയ്ക്ക് നമ്മളൊരു വീട് പണിതിട്ട് അതിൻ്റെ പെർമിറ്റ് എടുക്കാനും ഒക്കെ ഈ നൂലാമാലകളുടെ പുറകെ നടന്ന് ഈ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം രാജേഷിന് ഒരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, രാജേഷ് സത്യപ്രജ്ഞൻ്റെ തലേദിവസം എന്നെ വിളിച്ചിരുന്നു രാത്രി, ഒരു 10 ശേഷം വിളിച്ചു. എൻ്റെ ചോദിച്ചു, ഷാജേട്ടൻ ഉണ്ടോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ഥലത്തില്ല, എന്നെ വിളിച്ചു. അപ്പോൾ രാജേഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങളാണ് എന്നെ ആദ്യം ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തിയ ആളാണ്, അപ്പോൾ നിങ്ങളെ വിളിക്കാൻ ശരിയാ. അതെ രമേഷാണ് അതും ആക്കിയത്. അപ്പോൾ നമ്മൾ രാജേഷിന് ആദ്യം നമ്മൾ രാജേഷിന് ഭയം ഉണ്ടായിരുന്നു, കാരണം ലൈവ് ആണല്ലോ ചർച്ച എപ്പോഴും. പക്ഷേ രാജേഷ് പഠിച്ചിട്ടാണ് വന്നത്. ബാക്കി അവതാരനൊക്കെ ഭംഗിയായി, നമ്മൾ അഭിജിത്തായിരുന്നു, ഭംഗിയായി പോയി. പക്ഷേ പിന്നെ ദിവസം രാജേഷ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ രാജേഷ് കൃത്യമായിട്ട് പ്രിപ്പയറായിട്ട് തന്നെ വരും. രാജേഷിൻ്റെ ആ ഒരു വളർച്ച നമ്മൾ കാണരുത് ശരിക്കും ചാനൽ ചർച്ചയ്ക്ക് പഠിച്ചിട്ട് വന്ന് ചർച്ച നടത്തുക എന്നുള്ളത് ഒരു കാര്യം രാജ്മോഹൻ, ഇന്നിപ്പോൾ കേരളത്തിൽ പെട്ടെന്നൊരു BJPക്ക് ഒരു നേതാവിനെ കിട്ടിയ ഫീലാണ്. ആളുകൾക്കൊക്കെ രാജേഷിനോടൊരു മതിപ്പായിരിക്കുന്നു, കേവലം തിരുവനന്തപുരം മേയർക്കപ്പുറം. കാരണം രാജേഷ് ഒരു സംസ്ഥാനം നേതാവേ ആയിരുന്നില്ല. പൊടുന്നനെ രാജേഷ് എല്ലാ നേതാക്കന്മാരുടെയും മുകളിലേക്ക് വരുന്ന തരത്തിലൊരു നേതാവായി മാറി. തിരുവനന്തപുരത്തിനും നല്ലതാണ്, രാജേഷിന് നല്ലതാണ്. എന്തായാലും നന്നായിട്ട് പ്രാധാന്യത്തോടെ കൊടുത്തു, എല്ലാ ചാനലുകളും കൊടുത്തു. വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെ രാജേഷ് തൻ്റെ കഴിവ് തെളിയിച്ച് മുമ്പോട്ട് പോകട്ടെ. ഭാവിയിൽ കേരളത്തിലെ BJPയുടെ പ്രധാന മുഖമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും രാജേഷിന് സോ ഫാർ സോ ഗുഡ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കി. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരു കാര്യം നമുക്ക് പറയാൻ വിട്ടുപോയി, ഇന്ന് പുതുവത്സരമാണ്. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ. പുതുവത്സരത്തിൽ തുടങ്ങാൻ വീണ്ടും സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഈ ദിവസങ്ങളിൽ വലിയ തടസ്സമൊന്നുമില്ല. പിന്നെ യാത്രകളുണ്ട് എനിക്ക്. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പ്രോഗ്രാമിൽ പോകേണ്ടതുണ്ട്, കൊച്ചിയിലുണ്ട്. 1-2 കേസ് യാത്രകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അപ്പം അതെങ്കിൽ പോലും ഒരു റെഗുലറായിട്ട് ഈ ഒരു മാസം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.